CPM-നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വീണ്ടും പത്മകുമാർ എത്തുകയാണ്. ഓർമ്മയില്ലേ പത്മകുമാർ ആരാണെന്ന്? ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ ഉയർന്നു കേട്ട ഒരു പേരാണ്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ്, മുൻ നിയമസഭാ സാമാജികനാണ്. അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിന്റെ പേര് കേട്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സാധാരണക്കാർക്കിടയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഇറങ്ങി വന്നത്. ഇദ്ദേഹത്തിനെതിരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ കേട്ട ഒരു വർത്തമാനം എന്ന് പറയുന്നത് CPM അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു. ഇത് കേട്ടപാടെ ജനങ്ങളെല്ലാവരും അല്ലെങ്കിൽ അണികളെല്ലാവരും പറഞ്ഞു, കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടി, ശരിയല്ലെങ്കിൽ ഞങ്ങൾ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു. പക്ഷേ ഈ വാർത്ത ശരിയാണോ? അതിനുള്ള സാധുതയുണ്ടോ എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചു? അക്ഷരാർത്ഥത്തിൽ ഇപ്പോ പുറത്തു വരുന്ന വർത്തമാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നടപടിക്ക് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. പാർട്ടി അംഗത്വം നിശ്ചിത സമയത്തിനകം പുതുക്കാത്തതിനെ തുടർന്ന് സാങ്കേതികമായിട്ട് പത്മകുമാർ നിലവിൽ പാർട്ടിയുടെ പ്രാഥമിക ഘടനയ്ക്ക് പുറത്താണ് എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പുറത്ത് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ, പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾക്കെതിരെ എങ്ങനെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കും? അതുകൊണ്ടായിരിക്കും പത്മകുമാറിന് വലിയ കൂസലൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇപ്പോ പത്മകുമാറിന് ഈ പാർട്ടിയുടെ സ്ഥാനം ഇനിയിപ്പോ കിട്ടിയിട്ട് എന്തോ ചെയ്യാനാണ്? വേണ്ടതെല്ലാം ഉണ്ടാക്കിയില്ലേ എന്നുള്ളതാണ് പൊതുജന സംസാരം. ഇവരെല്ലാവരും, നേതാക്കളെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയൊരു കൂട്ടുകച്ചവടം നടത്തി എന്നുള്ളതല്ലേ പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി അംഗത്വം പുതുക്കാത്ത പത്മകുമാറിനെതിരെ എങ്ങനെ പാർട്ടിക്ക് അച്ചടക്ക നടപടി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പക്ഷേ ഇവിടെ പ്രസക്തമായിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു വലിയ ഊരാക്കുടുക്കിലേക്കാണ് പാർട്ടിയെ ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന നേതാവ് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയാണ് മക്കളെ, ആത്മകഥ. ആ ആത്മകഥയുടെ പണിപ്പുരയിലേക്ക് അദ്ദേഹം ഇതാ വലതു കാലെടുത്ത് വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സ്വപ്ന സുരേഷ് ആത്മകഥ എഴുതി, അധികം വൈകാതെ ശിവശങ്കരൻ ആത്മകഥ എഴുതി, അങ്ങനെ പലരും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആത്മകഥ എഴുതാനായിട്ട് 1 വർഷമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ ഒക്കെ മതിയോ? കാരണം ഈ പറയുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഫേമസ് ആവുകയും ഫേമസ് ആയ ഉടനെ തന്നെ ഇവരുടെ, ഇതിപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ പോസിറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ആത്മകഥകൾ വരികയാണ്. അങ്ങനെ പല ആത്മകഥകളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പിലുണ്ട്. അതിൽ 2 എണ്ണം എടുത്തു പറഞ്ഞു എന്നുള്ളതുള്ളൂ. അത് കുറച്ച് കുപ്രസിദ്ധി കൂടുതലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്ത് പറഞ്ഞതാണ്. അത്തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ആത്മകഥ എഴുതാൻ പോകുന്നത്. അങ്ങനെ ആത്മകഥ എഴുതുകയാണെങ്കിൽ, അതും പൂർണ്ണമായിട്ടും എല്ലാം എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ CPM ആണ് പ്രതിക്കൂട്ടിലാവുന്നത്. കാരണം പത്മകുമാർ ആദ്യം ഈ അന്വേഷണത്തിനിടയിലൊക്കെ ഉള്ള സാഹചര്യത്തിൽ പറഞ്ഞ ദൈവതുല്യർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് ആരുടെയും മനസ്സിൽ, വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നും പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ആരാണ് ഈ ദൈവതുല്യർ? ആ ദൈവതുല്യർ എല്ലാവരും ദൈവതുല്യരല്ല, നിങ്ങൾ ദൈവതുല്യരായി കാണുന്നവരെല്ലാം അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ആരാണ് അത് എന്നുള്ളത് അന്ന് മുതലേ മാധ്യമങ്ങളും പൊതുജനങ്ങളും ചോദിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ വെളിപ്പെടുത്തൽ പത്മകുമാർ ചെയ്യുമോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചോദ്യം. കാരണം പത്മകുമാർ ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അച്ചടക്ക നടപടി എന്നൊക്കെ പറയുന്നത് വെറുതെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു ഉമ്മാക്കിയൊക്കെ കാണിച്ച് നമ്മളെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ ഒരു ആത്മകഥ വരുമ്പോൾ പ്രതിക്കൂട്ടിലാകാൻ പോകുന്ന ആളുകൾ, നേതാക്കൾ ആരൊക്കെയാണ് പത്മകുമാറിന് മുകളിൽ തലയ്ക്ക് മേളിലിരുന്ന് സമ്മർദ്ദം കൊടുത്ത, ഈ ശബരിമല കൊള്ള നടത്താനായിട്ട് സമ്മർദ്ദം കൊടുത്തത്? അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിന്റെ പേര് വന്നു, അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ച, നിർദ്ദേശിച്ച ചിലരുടെ പേര് വന്നിട്ടില്ല എന്നുള്ള ധ്വനിയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് പുറത്തു വന്നത്. അപ്പൊ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യത്തിന് മറുപടിയും പറയേണ്ടി വരും CPM എന്നുള്ളതാണ്.
അപ്പോ മുൻപ് ഈ പ്രാഥമിക അംഗത്വമൊക്കെ സംബന്ധിച്ച് അതായത് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമല സ്വർണ്ണ കേസിലെ പ്രതിയായി വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വന്ന സമയത്തും പത്മകുമാറിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും പാർട്ടി മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തെ പാർട്ടിയുടെ പൊതുപരിപാടികളിൽ നിന്നും ഔദ്യോഗിക യോഗങ്ങളിൽ നിന്നുമൊക്കെ തൽക്കാലം ഒന്ന് മാറി നിന്നേരെ പത്മകുമാർ. ഇല്ലെങ്കിൽ പിന്നെ ഇവരെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാനായിട്ട് ഇടവരുത്തണ്ട എന്നുള്ളതായിരുന്നു ഒരു നയം എന്നുള്ളത്. എന്നാൽ പുതിയ വർഷത്തെ പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറാകാതിരുന്നതോടുകൂടി പ്രാഥമികമായി അദ്ദേഹം സാങ്കേതികമായിട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സ്വയം ഇല്ലാതെയായിട്ട് മാറുകയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം വരികയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ഈ വർഷം പാർട്ടിയുടെ അംഗത്വം പുതുക്കാൻ തയ്യാറാകാതിരുന്നത്? പാർട്ടിയും പത്മകുമാറും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോ? എന്തെങ്കിലും സ്വരച്ചേർച്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനിടയിൽ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സമിതി വരും ദിവസങ്ങളിലൊക്കെ, അതായത് ഈ ജൂൺ 15 ചേർന്ന് പത്മകുമാറിനെതിരെ കർശന നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പറച്ചിൽ അങ്ങ് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി വരുന്നു, പുറത്താക്കും, അങ്ങനെയുള്ള കിംവദന്തികളൊക്കെ വന്നത്. എന്നാൽ ഇത് മുഴുവനും തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മുഴുവൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സൂചനയാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പൊങ്ങി വരുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ ഏറ്റവും ഒടുവിൽ പൊങ്ങി വന്ന വിഷയങ്ങളിലേക്ക് പോകും. മാധ്യമങ്ങളും അതിന് പിന്നാലെ തന്നെ പോകും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഈ ട്രെൻഡ് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിഷയം എന്താണോ അത് മങ്ങുമ്പോഴേക്കും മറ്റേ വിഷയവും ഏതാണ്ട് കത്തിച്ചാമ്പലായി കാണും എന്നുള്ളത് തന്നെയാണ്. അപ്പോ നിലവിൽ സംഘടനയ്ക്ക് പുറത്ത് ഉള്ള ഒരു വ്യക്തിക്കെതിരെ എങ്ങനെ പാർട്ടിക്ക് അച്ചടക്ക നടപടി എടുക്കാൻ കഴിയുമെന്ന സാങ്കേതികപരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടത് പാർട്ടി തന്നെയാണ്. അപ്പോ ഇതിനിടയിലാണ്, ഈ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് പത്മകുമാർ ആത്മകഥ എഴുതാൻ പോകുന്നത്. ആത്മകഥയുടെ പേരെന്താണ് എന്നുള്ളത് ഒരു ഊഹമില്ല. ശബരിമല കൊള്ള, ഞാൻ കണ്ടതും കേട്ടതും എന്നുള്ളതായിരിക്കാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അങ്ങനെയും പേരിടാം. കാരണം അദ്ദേഹം ഈ ഒരു സമയത്താണല്ലോ എഴുതാൻ പോകുന്നത്. അപ്പൊ ഈ എഴുതുന്നതിന്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ശബരിമല കൊള്ളയും പിന്നെ പറയാൻ വേണ്ടി കുറച്ച് അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവങ്ങളും പാർട്ടി അനുഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ള സാഹചര്യങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ സുദീർഘമായിട്ടുള്ള പാർട്ടി പ്രവർത്തനത്തിന്റെ നാൾ വഴികളും ജനപ്രതിനിധി എന്ന നിലയിലുള്ള അനുഭവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ, സംസ്ഥാന സഹകരണ ഗ്യാരണ്ടി ബോർഡ് ചെയർമാൻ എന്നീ പദവികളിലെല്ലാം വിവിധ ഭരണ പദവികളിലൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച കാലയളവിലെ സുപ്രധാനമായിട്ടുള്ള അനുഭവങ്ങളും ക്രോഡീകരിച്ച ശേഷമായിരിക്കും അദ്ദേഹം പുസ്തകരചനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ഇവിടെയാണ് മക്കളെ പ്രധാന പോയിന്റ്. ഈ ക്രോഡീകരിക്കുന്നത് ആർക്ക് നേരെ വിരൽ ചൂണ്ടാനാണ് എന്നുള്ളത് തന്നെയാണ്. ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുള്ള തന്റെ നിർണായകമായ പ്രവർത്തന കാലയളവ് പത്മകുമാർ പുസ്തകത്തിലൂടെ വിവരിക്കുമ്പോൾ കേരളത്തിലെയും പാർട്ടിയിലെയും ആരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടും എന്നതിനെ കുറിച്ചാണ് ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. രാഷ്ട്രീയ അധികാര പദവികൾക്കുള്ളവരിൽ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംഭവമായിട്ടുള്ളത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പല ഔദ്യോഗിക രേഖകളിലും പത്മകുമാറിൻ്റെതല്ലാത്ത ചില അജ്ഞാതമായിട്ടുള്ള കുറിപ്പുകളും ഇടപെടലുകളും ഒക്കെ ഉണ്ടെന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള അഭ്യൂഹങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടും അണിയറയിൽ നടന്ന ചില നിർണായക വെളിപ്പെടുത്തലുകളും വലിയ വിവാദങ്ങൾക്കൊക്കെ കാരണമാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ യുവതീ പ്രവേശന വിഷയത്തിൽ താൻ വ്യക്തിപരമായി സ്വീകരിച്ച നിലപാടും അതൊക്കെ പത്മകുമാർ പറഞ്ഞതാണ്. സ്വീകരിച്ച നിലപാടും യഥാർത്ഥ നിലപാട് തമ്മിൽ ഇതൊക്കെയും പത്മകുമാർ തന്റെ ആത്മകഥയിൽ പറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ പുതിയ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ മയപ്പെടുത്തിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ
ഇതുകൊണ്ടാണോ അത് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നു. എന്നാൽ പത്മകുമാറിനെതിരെയുള്ള വിഷയം കൃത്യമായിട്ട് ഒന്നും പറയാതെ തന്നെ മുന്നോട്ട് പോകാനാകില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ വലിയൊരു വിഭാഗം അംഗങ്ങളും കർശന നിലപാടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് സ്വീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഈ കൊള്ളയും അഴിമതികളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ പത്മകുമാർ മാത്രമല്ല തൂങ്ങുക, പത്മകുമാറിനെ നാവിൻ തുമ്പിൽ ഒളിച്ചിരിക്കുന്ന ആ പേരുകൾ പുറത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ സകല പ്രധാനപ്പെട്ട ഈ ദൈവതുല്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേതാക്കൾ വരെ കുടുങ്ങാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പത്മകുമാറിനെതിരെയുള്ള റിപ്പോർട്ടുകൾ, അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ടുകളിലൊക്കെ മയപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. പാർട്ടി നടപടിക്രമങ്ങളിൽ അത് സ്വാഭാവികമായി തന്നെ വരികയും ചെയ്യും. പിന്നെ അണികളുടെ ദീനരോധനം, അതിനെക്കുറിച്ച് ആരും ബേജാറാവണ്ട, അത് പാർട്ടി കേൾക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരയാം, വേണ്ടെങ്കിൽ കരയണ്ട. പക്ഷേ പത്മകുമാറിന്റെ പുസ്തകം പുറത്തു വരുമ്പോൾ, ആത്മകഥ പുറത്തു വരുമ്പോൾ അത് ചിലരെയൊക്കെ എന്താ പറയാ, ചിലരെയൊക്കെ തുറന്നു കാണിക്കും. അത് അങ്ങ് നമ്മൾ ആ കാലഘട്ടത്തിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങ് പിണറായി വിജയൻ വരെ ഉള്ളിൽ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തലുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല പത്മകുമാർ എന്നുള്ളത് തന്നെയാണ് ഈ ആത്മകഥയെ എഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ ആത്മകഥ എഴുത്തിനിടയിൽ പല ഡീലുകളും റെഡിയാകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇത് ആരൊക്കെ ആയിട്ടായിരിക്കും എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്.